വേനലവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഇന്ന് തുറക്കുകയാണ്. പുതിയ അധ്യയന വർഷത്തെയും 1ാം ക്ലാസ്സിലെത്തുന്ന കുരുന്നുകളെയും വരവേൽക്കാൻ സ്കൂളുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. 1 മുതൽ 12 വരെ ക്ലാസുകളിലായി 42 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിലേക്ക് എത്തുക. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എസ്. വിനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. വിനീഷ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ 2 മാസത്തെ വേനൽ അവധിക്ക് ശേഷം കുരുന്നുകളൊക്കെ സ്കൂളിലേക്ക് എത്തിച്ചേരുകയാണ്. അതിൽ ആദ്യമായി എത്തുന്നവരുണ്ട്, വീണ്ടും കൂട്ടുകാരെ കാണുന്ന ആകാംക്ഷയിൽ സ്കൂളിൽ എത്തുന്നവരുണ്ട്. അങ്ങനെ നിരവധി വിശേഷങ്ങളാണ് ഇന്ന് കുരുന്നുകൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ശ്രീനിധി, ദിൽന, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കറിയാം, കുട്ടികൾ ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. 1ാം ക്ലാസ് മുതൽ +2 വരെ 42 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് സ്കൂളിലെത്തുന്നത്. മാത്രമല്ല, 1ാം ക്ലാസ്സിൽ ഈ വർഷം 3 ലക്ഷത്തോളം കുട്ടികളെയും വിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വർണ്ണാഭമായ രീതിയിലുള്ള പരിപാടികൾ തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരുക്കിയിട്ടുള്ളത്. പട്ടം ഗേൾസ് സ്കൂളിലാണ് ഇത്തവണത്തെ സംസ്ഥാന പ്രവേശനോത്സവം ഉള്ളത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി എൻ. ഷംസുദ്ദീൻ, അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി കെ. മുരളീധരൻ, ഗതാഗത മന്ത്രി CP ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. എന്തായാലും വർണ്ണാഭമായ രീതിയിൽ തന്നെയാണ്. പക്ഷേ പരമാവധി ആഡംബരം കുറയ്ക്കുക, ചെലവ് കുറച്ചുകൊണ്ടുള്ള പരിപാടികളാണ്. എങ്കിൽ പോലും കൃത്യമായി വർണ്ണാഭമായ റാലിയും അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികളും എല്ലാം തന്നെ സ്കൂളിലുണ്ട്. ഇന്നലെ ഇതിനെ സംബന്ധിച്ചുള്ള റിഹേഴ്സലുകളും മറ്റും എല്ലാം തന്നെ നമ്മൾ പോയി കണ്ടതാണ്. എന്തായാലും എല്ലാ വർഷവും കുട്ടികളെ സ്കൂളുകളിലേക്ക് പരമാവധി ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ സ്കൂളുകളിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സ്കൂളുകളിലാണെങ്കിലും എല്ലാം തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രിമാരും അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും പ്രത്യേകിച്ച് ജനപ്രതിനിധികളും മറ്റും നേരിട്ട് നേതൃത്വം നൽകുന്ന രീതിയിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ രീതിയിൽ അത്യാർഭാടമായി തന്നെ നടപ്പാക്കിയിരുന്നു. പക്ഷേ ഇത്തവണ ചെലവ് കുറയ്ക്കലിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും കുട്ടികൾക്കൊരിക്കലും നിരാശ തോന്നാത്ത രീതിയിലുള്ള പ്രവേശനോത്സവം തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് സംഘാടകർ പറയുന്നത്. ശ്രീനിധി, ദിൽന. എസ്. വിനീഷ് കുമാറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കുട്ടികൾ ഒരുപാട് പ്രതീക്ഷയുമായാണ് ഇന്ന് അധ്യയന വർഷത്തേക്ക് തുടങ്ങുന്നത്. അവരൊരുപാട് നല്ല നല്ല മിഠായികളൊക്കെ നൽകി അവരെ സ്വീകരിക്കാൻ സ്കൂളുകൾ ഒരുങ്ങിയിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും പല തരത്തിലുള്ള ഒരുക്കങ്ങൾ അധ്യാപകർ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇത്തവണ പുതിയ സർക്കാർ വന്ന്, പുതിയ വിദ്യാഭ്യാസ മന്ത്രി വന്ന്, അങ്ങനെ ഒരു പുതുമയോടുകൂടിയുള്ള അധ്യയന വർഷം എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ സ്കൂൾ തുറക്കലിനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.